ഗൈസ്, അപ്പോൾ നമ്മളിത് അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ് ഗൈസ്. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ തോരൻ. ഓക്കെ, അപ്പോൾ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അടുപ്പ് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് ചൂടാകട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ഇടികല്ലിനകത്തോട്ട് ഒരു നമ്മുടെ അഞ്ചരപ്പെട്ടിയിലെ ഈ ഒരു സ്പൂണിന് ഒരു 2 സ്പൂൺ പെരുംജീരകം, ഒരു 3-4 ഗ്രാമ്പ്, കുറച്ച് പീസ് കറുവാപ്പട്ട, ഒരു 2-3 കറുവാപ്പട്ട കേട്ടോ, കറുവാപ്പട്ട, തക്കോല, ചെറിയൊരു തക്കോല, പിന്നെ ഒരു 2-3 ഏലക്ക. ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാതെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇടിച്ചെടുക്കാതെ. ഹായ്, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇടിച്ചതിൽ ഒരു പാതി, മുഴുവനുമല്ല, പാതി ഈ പെരുംജീരകം ഇടിച്ചത്, ഏലക്ക ഇടിച്ചത് എല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ കടുക് ഞാൻ ചേർക്കത്തില്ല. ബാക്കി നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ബാക്കി ഇനി നമുക്ക് ഇതിന് കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളൊന്ന് ഇടിച്ചു കൊടുക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് ഇടിച്ചെടുക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇതിൽ നമുക്ക് പാതി ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതെനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ബാക്കി നമുക്ക് പിന്നെ നമുക്ക് ഇതിലോട്ട് ഈ കറുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാതെ നമുക്ക് ഇതിൽ ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരു 2.5 സ്പൂണോളം മല്ലിപ്പൊടി. ഒരുപാട് മസാല വേണ്ട കേട്ടോ, അവസാനം മസാല ഇട്ടു നമുക്ക് രുചി അറിയാതെ ഇട്ടു മല്ലിപ്പൊടി. പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ഒരു 2 സ്പൂൺ കണക്കാക്കി ചിക്കൻ മസാല. മുളക് പൊടി, നമുക്ക് തീരെ എരിവ് വേണ്ട കേട്ടോ, വരെ എരിവ് കൂട്ടി വയ്യ. അതുകൊണ്ട് എരിവ് നല്ലോണം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി, അത് തെറിച്ച് വീഴും അടയ്ക്കുമ്പോൾ. പിന്നെ നമുക്ക് വേണമെന്നുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സംഭവം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇത്രയും നമുക്ക് ഇട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ കുനെ സവോളയും ചെറിയ ഉള്ളിയും മിക്സ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 സവോളയും ഒരു 10-15 ചെറിയ ഉള്ളിയും അതിനകത്തുള്ളത്. നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്തോട്ടെ. ഇതൊന്ന് വേകുന്ന ഗ്യാപ്പിൽ ഞാൻ ഓൾറെഡി ഇവിടെ ചതച്ച് വെച്ച ആ ഒരു പെരുംജീരകത്തിൻ്റെയൊക്കെ കൂട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ നമുക്ക് ഇതിന് ആവശ്യമുള്ള തേങ്ങ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, കൊള്ളത്തില്ല. ആവശ്യത്തിനുള്ള തേങ്ങ ചതച്ചെടുക്കാം. ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട്. ഞാൻ ഈ തേങ്ങ ഒന്ന് ചതക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ തേങ്ങ ചതച്ചത് നമ്മൾ ഈ ഒരു മുളകൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ നമ്മൾ ഇടണം. അതിൻ്റെ കെട്ടുകൾ ചുമച്ചതാണ് കേട്ടോ, ഉള്ളിക്കറി ചുമച്ചതാണ് ഗൈസ്. കുറച്ചുകൂടി തേങ്ങ വേണം നമുക്ക് ചതച്ചെടുക്കാം.
ഗൈസ് നമ്മളപ്പോൾ ബാക്കി തേങ്ങയും കൂടി ചതച്ചെടുത്ത് കഴിഞ്ഞു. ഗൈസ് അപ്പോൾ ഇതാ നമ്മൾ നല്ല വൃത്തിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന നല്ല അടിപൊളി ചിക്കനാണ്. ഈ ഒരു ചിക്കൻ നമുക്ക് പിരിഞ്ഞ് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇവിടെ സംഭവത്തിലേക്ക് ഇട്ടെടുക്കാം. വേറെ വെള്ളം ചേർക്കത്തില്ല. ഇത് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് വേണം. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാവേ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല അടിച്ച് പൊളിച്ച് ഡ്രൈ ആയിട്ട് വെന്തിട്ടുണ്ട്. ഒരു ചെറുതായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റട്ടെ. ചെറുതായിട്ട്, തീരെ ചെറുതായിട്ട് വെള്ളമുള്ളൂ. ഈ വെള്ളം ഒന്ന് വറ്റട്ടെ. ആ ഗ്യാപ്പിൽ നമുക്കിതാ ഇവിടെ നേരത്തെ നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ചില്ലേ മിക്സ്, ആ മിക്സിൻ്റെ കൂടെ ഒരു നുള്ളു കുരുമുളക് പൊടിയും ഒരു നുള്ളു ചിക്കൻ മസാലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാതെ, സ്പൂൺ കൊണ്ടല്ല, ഞെരടി നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കുഞ്ഞു ചീനച്ചട്ടി ഉണ്ടല്ലോ, കടുക് താളിക്കാനുള്ളത്, ഇതൊന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കാം. നോ ഓയിൽ. ഓക്കെ, നോ ഓയിലാണ്. കറണ്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോ ഓയിൽ. കറണ്ട് വിട്ട് പോയി നിൽക്കുക. ചേട്ടാ ലൂസ് കണക്ഷൻ ആണെന്ന് തോന്നണം കേട്ടാ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ലൂസ് കണക്ഷനാണ്. ഇത് ലൈൻമാന്മാർ തന്നെ ശരിയാക്കണം, കറണ്ട് ഇല്ലാത്തതല്ല. അപ്പോൾ ഈ ഒരു കൂട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട്, എണ്ണ വേണ്ട, ശരിക്കും എണ്ണ ഇതിനകത്ത് വേണ്ട, കളയാതെ നമുക്കിതൊന്ന് ചൂടാക്കി. കറണ്ട് പോയതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് വെട്ടി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല പൊളിയായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനകത്തൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു. ഓക്കെ ഗൈസ്, ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. കണ്ട നല്ല പുകയൊക്കെ വരുന്നുണ്ട് ഇതിൽ നിന്ന്. ഓക്കെ, ഈ ഒരു അവസരത്തിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല, ഓർക്കുക, എണ്ണ ഒഴിച്ചിട്ടില്ല, കരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണ്. ഈ മസാലയൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തല്ലേ, അതുകൊണ്ടാണ് നമ്മളിതൊന്ന് ചൂടാക്കിയത്. ഇനി നമുക്കിതെടുത്ത് നേരെ വേണ്ട ഇതിലോട്ട് അങ്ങനെ കൊട്ടി കൊടുത്തിട്ട്, പിന്നെ ഓയിൽ, വീണ്ടും ഓയിലാണ്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ ഗൈസ്, ഇതിൻ്റെ മണം ഉണ്ടല്ലോ, നമ്മുടെ മൂക്ക് അങ്ങനെ ഭയങ്കര രസമാക്കും. അതാ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞു, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അതാ നിങ്ങൾ നോക്ക്, കണ്ടോ? അല്ല സൂപ്പറല്ലേ, അല്ല അടിപൊളി ചിക്കൻ അല്ലേ. അത് നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ശരിക്കും ഉണ്ടാക്കി നോക്കണം. സീരിയസ്ലി ഗൈസ്, നല്ല രുചിയാണ് ഈ ഒരു സംഭവം. ഓക്കെ, ഞാനിനി ഇതിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് നോക്കാം. കണ്ടോ, എന്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കുക്കുമായിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഗൈസ്, അതാ നിൽക്കുന്നതിൻ്റെ കെട്ടിയോനാണ്, ഷട്ടടാ നിൽക്കുന്നത്. അപ്പോൾ അതാ നല്ല അടിപൊളി ചിക്കൻ ഞാനതൊന്ന് കഴിച്ചു നോക്കട്ടെ. പൊളിയെന്ന് വെച്ചാൽ പൊളി, ശരിക്കും പൊളി, നല്ല മസാല കേട്ടോ, സൂപ്പർ. അപ്പോൾ ഞാനിത് തടി ഒന്ന് കഴിയട്ടെ. ഗൈസ്, സീരിയസ്ലി ലെമൺ ഇല്ലാതെ ഇപ്പോൾ ഒരു നുള്ളി ലെമണും കൂടെ ഇതിനൊഴിച്ചുണ്ടല്ലോ, പൊളി ഐറ്റം. പക്ഷെ എനിക്ക് തോന്നുന്ന, ഞാൻ ചേട്ടനോട് ചിക്കൻ കഴിയുമ്പോൾ പറഞ്ഞായിരുന്നു, ചിക്കൻ ഒരിത്തിരി ചെറുതാക്കിയാലോ എന്ന്. ഇത്തിരി കൂടി ചിക്കൻ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോണ്ടല്ലോ പൊളിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. സുധാ, നിങ്ങൾ നോക്ക്, ഇതിൻ്റെ നിറവും ഇതിൻ്റെ ഈ ഒരു മസാല കൂട്ടും ഒക്കെ തന്നെ അതന്നെ എല്ലാം നല്ല അടിച്ച് പൊളിച്ച് സൂപ്പറായിട്ടുള്ള ഒരു നല്ല അടിപൊളി ചിക്കനാണ്. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോയ്ക്ക് ഗ്യാപ്പ് കുറവാണ് ഗൈസ്. ഇവിടെ നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ കാണിച്ചു തരേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഒരു പൊളി ഐറ്റം വെച്ച് കൊടുത്ത് നമുക്ക് ശരിക്കും അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ലെമൺ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു പാതിയുടെ ഒരു ക്വാർട്ടർ ലെമൺ നിങ്ങളിതിൽ സ്ക്യൂസ് ചെയ്ത് വെച്ചൊന്ന് മിക്സ് ചെയ്താൽ സീരിയസ്ലി ഗൈസ്, ദിസ് ഈസ് അമേസിങ്. ഓക്കെ, സൂപ്പറാണ്. വെച്ച് നോക്കുക വീട്ടിലെല്ലാവരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. മധുര സൈനിങ് ഓഫ് ഫ്രം സനൂസ് കിച്ചൻ.